ജില്ലാ ജഡ്ജിക്കെതിരെ ഗുരുതരാരോപണവുമായി സീനിയർ ക്ലർക്ക്. കാട്ടാക്കട ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതിയിലെ ജഡ്ജ് എസ് രമേഷ് കുമാറിനെതിരെയാണ് ആരോപണം. കാട്ടാക്കട കോടതിയിലെ തീപിടുത്തത്തിൽ ജഡ്ജിന് പങ്കുണ്ടെന്ന് ക്ലർക്ക്. ഫേസ്ബുക്ക് ലൈവിലാണ് സീനിയർ ക്ലർക്ക് ആത്മഹത്യാ പ്രവണതയുള്ള വീഡിയോ പങ്കുവച്ചത്. കാട്ടാക്കട ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതിയിലെ ജില്ലാ ജഡ്ജിനെതിരെയാണ് സീനിയർ ക്ലർക്ക് ഗുരുതര ആരോപണവുമായി ഫേസ്ബുക്കിൽ ലൈവ് വന്നത്. ജില്ലാ ജഡ്ജ് എസ് രമേഷ് കുമാർ തന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു. ജഡ്ജിന് സ്ത്രീകളോടല്ല പുരുഷന്മാരോടാണ് താല്പര്യമെന്ന് ക്ലർക്ക് വെളിപ്പെടുത്തുന്നു. അവിടുത്തെ ജില്ലാ ജഡ്ജ് എസ് രമേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ ഒരു പീഡന കഥയാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പീഡനം സ്ത്രീകളെടുത്തല്ല, പുരുഷന്മാരെടുത്താണ് പുള്ളിക്ക് താല്പര്യവും ആ രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം എന്ത് വേണോ ചെയ്യും. അങ്ങനെ ഇത് ഇവിടെ വന്ന 2023 മെയ്യിലാണ് ഇദ്ദേഹം ഇവിടെ വന്നത്. ആ സമയം മുതൽ ഇദ്ദേഹം തുടരുന്നുണ്ട്. ജഡ്ജിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തവരെ മാനസികമായും ജോലിപരമായും ഉപദ്രവിക്കുന്നത് പതിവാണെന്ന് ക്ലർക്ക് പറയുന്നു. അദ്ദേഹത്തിനോട് സഹകരിച്ച് പോകുന്നവർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ പല വഴിക്കും എന്തെങ്കിലും ചെയ്ത് അവിടെ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. ഫേസ്ബുക്കിൽ ലൈവ് വന്നാണ് സീനിയർ ക്ലർക്ക് ആത്മഹത്യാ പ്രവണതയുള്ള വീഡിയോ പങ്കുവച്ചത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി എസ് രമേഷ് കുമാർ ആണെന്ന് സീനിയർ ക്ലർക്ക് പറയുന്നു. കാട്ടാക്കട ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതിയിലെ തീപിടുത്തത്തിൽ ജഡ്ജിന് പങ്കുണ്ടെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനം, തിരുവനന്തപുരം.